ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം ഏതിനെക്കുറിച്ചായിരുന്നു? ഓർഗനൈസിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മളിന്നൊരു പുതിയ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ മാനേജ്മെൻറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് ഫങ്ഷനാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ ഏതാ? പ്ലാനിങ്ങും ഓർഗനൈസിങ് കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് ആണല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ്, the success of every kinds of organization depends upon the actual human resources available to that organization. So the kind of abilities and caliber and attitude of the employees leads to the success or failure. So everything related to an organization depends upon the actual workforce of the organization. So the main aim or the main factor for the success of organization is to bringing people together, and keeping people together is progress, and work with the people is success. അത് നമ്മൾ ആര് പറഞ്ഞതാണ്? ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. സോ നമ്മളിവിടെ നോക്കുന്നത് മാൻ പവറാണ്. എന്താ മാൻ പവർ എന്ന് പറയുന്നത്? ഓൾ ദി ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്തുള്ള എല്ലാ ഹ്യൂമൻ ബീയിങ്സിനെയും നമ്മൾ ഏതിൽ കൂട്ടും? മാൻ പവറായിട്ട് കണക്കാക്കും, അല്ലേ? മാനുഷിക വിഭവം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയും. സോ the important task of every kinds of organization in the business field is to recruit, develop and maintain a good workforce, അല്ലേ? A good workforce, അല്ലേ? So this function is known as staffing. എന്ത് ഫങ്ഷൻ? ശരിയായ രീതിയിലുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സ്റ്റാഫിംഗ് എന്നുകൊണ്ട് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ഏതിലേക്ക് കടക്കാം? സ്റ്റാഫിങ്ങിൻ്റെ മീനിങ്ങിലേക്കും ഡെഫിനിഷനിലേക്കും കടക്കാം. എന്താണ് മീനിങ് എന്ന് നമുക്ക് ആദ്യം നോക്കാം, അല്ലേ? അപ്പോൾ എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? നമ്മൾ പറയുന്നു, ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് സ്റ്റാഫിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മാനുഷിക വിഭവത്തെ ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്യുക. ശരിയായ ആൾ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയും, അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയും കൂടെ പറയാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട് ചെയ്യുന്നു. ആ റിക്രൂട്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിനിങ്ങിലൂടെ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. പിന്നീട് അവരെ പ്ലേസ്മെൻറ്റ് കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, സ്റ്റാഫിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു സെലക്ട് ദി ബെസ്റ്റ് എംപ്ലോയി ഫോർ ദി ഓർഗനൈസേഷൻ, അല്ലേ? എന്നിട്ടോ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ദിയർ സ്കിൽസ് ആൻഡ് എബിലിറ്റി. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, അല്ലേ? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മികച്ച എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുകയും ആ എംപ്ലോയീസിന് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇനി ഒരു 2 ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ 2 ഡെഫിനിഷൻ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് കൂൺസ് പറഞ്ഞതാണ്. കൂൺസ് ആൻഡ് ഒഡനൽ പറഞ്ഞ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ദ മാനേജറിയൽ ഫങ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് എന്താ? managing the organization structure through proper and effective selection and effective selection, appraisal and development of personnel to fill the roles designed into the structure. അത് കൃത്യമായിട്ട് കൂൺസും ഒട്ടേനിലും പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു മാനേജറിയൽ ഫങ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത്? മാനേജിങ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അല്ലേ?
മാനിങ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഞാൻ തെറ്റി പറഞ്ഞു, മാനിങ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ, അല്ലേ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ മാനേജ് ചെയ്യുന്നു എങ്ങനെ? പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ കണിശമായിട്ടുള്ള സെലക്ഷനിലൂടെ. ആരുടെ? എംപ്ലോയീസിൻ്റെ. അവരെ കൃത്യമായിട്ട് അപ്രൈസ് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നു. അതുകൂടാതെ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, ആ സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് ട്രെയിനിങ്ങിലൂടെ ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? പേഴ്സണൽ ടു ഫിൽ ദ റോൾസ് ഡിസൈൻഡ് ഇൻ ടു ദി സ്ട്രക്ചർ. ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയിക്കും തുല്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ജോലികൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാഫിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഷ്നെയ്ഡർ ബെഞ്ചമിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഉണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഇൻവോൾവിങ് ഐഡൻറ്റിഫൈയിങ്, അസസിങ്, പ്ലേസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഇൻഡിവിജ്വൽസ് അറ്റ് വർക്ക്. ബെഞ്ചമിൻ പറഞ്ഞത് എന്താണ്? സ്റ്റാഫിംഗ് എന്നുള്ളൊരു പ്രോസസ്സിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്? ഐഡൻറ്റിഫൈയിങ്, കണ്ടെത്തൽ, പിന്നെയോ അസസിങ്, വിലയിരുത്തൽ, കണ്ടെത്തി വിലയിരുത്തി, ആൻഡ് പ്ലേസിങ്, കൃത്യമായ സ്ഥലത്ത് അവരെ അപ്പോയിൻറ്റ് ചെയ്യാം, ആൻഡ് ഇവാലുവേറ്റിംഗ്, പ്ലേസ് ചെയ്തതിന് ശേഷം അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലേ? പിന്നെയോ ആൻഡ് ഡെവലപ്പിംഗ് ഇൻഡിവിജ്വൽസ് അറ്റ് വർക്ക്, നേരത്തെ പറഞ്ഞ ഡെവലപ്മെൻറ്റിലും കൂടെ ചെയ്യുന്നു. ആർക്ക്? ഇൻഡിവിജ്വൽസിന്. എവിടെ? ജോലിക്ക്, ഓർഗനൈസേഷൻ. അപ്പോൾ ഇതാണ് 2 ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഫങ്ഷൻ നടക്കുകയുള്ളൂ? സ്റ്റാഫിംഗ് നടക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ വർക്ക് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെന്നും, അങ്ങനെ കൃത്യമായിട്ടുള്ള വർക്ക് ഫോഴ്സ് ഓർഗനൈസേഷൻ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷനെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും, ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ സെലക്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് വലിയ പങ്കുണ്ടെന്നും, അവർക്ക് കൃത്യമായ രീതിയിൽ ട്രെയിനിങ്ങും പേഴ്സണൽ ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസും കൊടുത്താൽ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? പേഴ്സണൽ ഡെവലപ്മെൻറ്റും ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റും ഉണ്ടാകുകയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ സാധിക്കുന്നത് ഏതിലൂടെ മാത്രമാണ്? പ്രോപ്പർ സ്റ്റാഫിങ്ങിലൂടെ മാത്രമാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്? നേച്ചർ ഓഫ് സ്റ്റാഫിംഗ് ആണ്, അല്ലേ? എന്താണ് നേച്ചർ ഓഫ് സ്റ്റാഫിംഗ്? അപ്പോൾ സ്റ്റാഫിംഗ് എന്നുള്ള മാനേജറിയൽ ഫംഗ്ഷന് പ്രത്യേകിച്ച് ചില സ്വഭാവങ്ങളുണ്ട്, പെക്യൂലിയർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പറയാൻ പോകുന്ന നേച്ചർ അല്ലെങ്കിൽ ഇതൊക്കെ കൂടി ചേർന്നാലാണ് എന്ത് വരുന്നത്? നമ്മുടെ സ്റ്റാഫിംഗ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേതായിട്ട് പറയുകയാണ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു മാനേജറിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്. അതൊരിക്കലും നിന്ന് പോകുന്നതല്ല. ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റാഫിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആജീവനാന്തം നമ്മൾ സ്റ്റാഫിംഗ് ചെയ്യാതിരിക്കുമോ? ഇല്ല, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ സ്റ്റാഫിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ? നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ചില സമയത്ത് റിട്ടയർഡ് ചെയ്ത് പോയേക്കാം, ചില സമയത്ത് മരിച്ചു പോയേക്കാം, ചില സമയത്ത് ആക്സിഡൻറ്റ് സംഭവിച്ചേക്കാം, ചില സമയത്ത് വേറെ ഓർഗനൈസേഷനിൽ ജോലി തേടി പോയേക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സ്റ്റാഫിംഗ് ചെയ്ത് കഴിഞ്ഞാലോ ആൾക്കാർ പിന്നീട് വിട്ടുപോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ ആരും ജോലി ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന്. ഓക്കെ. രണ്ടാമത്തെ നേച്ചറായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നു, സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഈസ് കൺസേൺ വിത്ത് എംപ്ലോയീസ് ബോത്ത് ആസ് ഇൻഡിവിജ്വൽ ആൻഡ് ആസ് ഗ്രൂപ്പ്, അല്ലേ? സ്റ്റാഫിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ ഇൻഡിവിജ്വൽസായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്താ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്? വ്യക്തികളായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, ആസ് എ ഗ്രൂപ്പായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഓർഗനൈസേഷനകത്ത് സ്റ്റാഫിംഗ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ സെലക്ഷനാണ് നടക്കുന്നത്. ആ ഇൻഡിവിജ്വൽ സെലക്ഷനകത്ത് നിന്ന് വീണ്ടും പെക്യുലർ ആയിട്ടുള്ള ടാസ്ക് വരുന്ന സമയത്ത് അവിടെ എന്തും കൂടെ വരുന്നുണ്ട്? ഗ്രൂപ്പും കൂടെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫംഗ്ഷനാണ് പറയുന്നത് എന്താ? സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഈസ് റിക്വയർഡ് ഇൻ എവറി ഫംഗ്ഷൻ ഓഫ് ഓർഗനൈസേഷൻ വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ.
അല്ലേ? നമുക്കറിയാം ബിസിനസ്സിൽ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലേ? ബിസിനസ് പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അംബാനീനെയും ടാറ്റേനെയും ബിർളേനെയൊക്കെ പറയാം. നോൺ പ്രോഫിറ്റ് ആകുമ്പോൾ ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ അഭയകേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ NGOs, അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ആയിരുന്നാലും ഇപ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആയാലും നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ അത് ലാഭം ഉണ്ടാക്കാനാണോ പ്രവർത്തിക്കുന്നത്? അല്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനമായി കഴിഞ്ഞാലും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിലും സ്റ്റാഫിങ് നടക്കുന്നില്ല, PSC മുഖാന്തരം സ്റ്റാഫിങ് നടക്കുന്നില്ലേ, കൃത്യമായിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അംബാനീൻ്റെ ഫേമിലും എന്ത് ചെയ്യുന്നുണ്ട്, റിലയൻസിൻ്റെ ഫേമിലും റിലയൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാഫിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഒരു പ്രത്യേകതയാണ് പറയുന്നത്, സ്റ്റാഫിങ് എന്നുള്ള മാനേജറിയൽ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. അത് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനായാലും നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനായാലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ഓർഗനൈസേഷൻസിലും എന്തിൻ്റെ ആവശ്യമുണ്ട്, സ്റ്റാഫിംഗ് ഫംഗ്ഷൻ്റെ ഓർഗനൈസേഷൻ ഉണ്ട്. അതൊരു ചെറിയ ഓർഗനൈസേഷനായാലും ശരി, വലിയ ഓർഗനൈസേഷനായാലും ശരി. ഇപ്പോൾ ഒരു ചെറിയ ഓർഗനൈസേഷനാണ് 1-2 എംപ്ലോയീസിനെ നമ്മൾ സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. വലിയ ഓർഗനൈസേഷനായ 10-100 ആൾക്കാരെയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സൈസിൻ്റെ അടിസ്ഥാനത്തിലോ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, എന്തൊരു ഓർഗനൈസേഷനായി കഴിഞ്ഞാലും നമുക്ക് എന്ത് ആവശ്യമാണ്, സ്റ്റാഫിംഗ് ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ഫംഗ്ഷനാണ് പറയുന്നത്, എന്താ? Staffing function covers all levels of personnel, whether blue-collar employees like foreman, craftsman, or white-collar employees like accountants, clerk and managers. അല്ലേ? അപ്പോൾ ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ബ്ലൂ കളറും വൈറ്റ് കോളറും, അല്ലേ? നിങ്ങൾക്കറിയാം വൈറ്റ് കോളർ എന്ന് വെച്ചാൽ ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന എംപ്ലോയീസ്, അതായത് വേർക്കാതെ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻറ്റും ക്ലർക്കും മാനേജേഴ്സൊക്കെ കുറച്ചും കൂടെ മിഡിൽ ലെവലിൻ്റെ ആ ലെവലിലേക്ക് വരുന്ന ആൾക്കാർ. മറ്റേതോ ബ്ലൂ കോളർ എംപ്ലോയീസോ നമ്മുടെ ഫോർമാനും ക്രാഫ്റ്റ്മാനും ഒക്കെ, അതായത് നമ്മളെ കുറച്ചും കൂടെ താഴ്ത്തട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എല്ലാ തരത്തിലുള്ള എംപ്ലോയീസിനെയും, അല്ലെങ്കിൽ എല്ലാ ലെവലും, ഇപ്പോൾ ലോവർ ലെവലായാലും മിഡിൽ ലെവലായാലും ടോപ്പ് ലെവലായാലും എല്ലാ ലെവൽസിലും എന്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്, സ്റ്റാഫിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ലോവർ ലെവലിൽ മാത്രമല്ല എംപ്ലോയീസിൻ്റെ ആവശ്യം, എല്ലാ ലെവൽസിലും ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം, അല്ലേ? ഇനിയോ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താ? എംപ്ലോയിങ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്, അല്ലേ? ശരിയായ ജോലിക്ക് ശരിയായ ആളെ തിരഞ്ഞെടുക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതാണ് നെക്സ്റ്റ് ഫംഗ്ഷനായിട്ട് അവിടെ പറയുന്നത്, അല്ലേ? നെക്സ്റ്റ് പറയുന്നതോ, സ്റ്റാഫിംഗ് എയിംസ് അറ്റ് മേക്കിംഗ് അവൈലബിൾ ദി ബെസ്റ്റ് പീപ്പിൾ ആൻഡ് ഡെവലപ്പിംഗ് ദിയർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ? എന്താ പറഞ്ഞത്? ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, അല്ലേ? ഓർഗനൈസേഷൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട്. ഓർഗനൈസേഷൻ്റെ ലാഭം എന്ന് പറയുന്നത് എന്താ? മേക്കിംഗ് മാക്സിമം പ്രോഫിറ്റ്, അല്ലേ? അപ്പോൾ ഓർഗനൈസേഷൻ്റെ ലാഭത്തിന് വേണ്ടി, ഇൻ ഓർഡർ ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ് ടു ദ ഓർഗനൈസേഷൻ, സെലക്ടിങ് ദ ബെസ്റ്റ് പീപ്പിൾ ആൻഡ് ഡെവലപ്പിംഗ് ദിയർ സ്കിൽസ്, അല്ലേ? നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? വെറും പേഴ്സണെ അല്ല സെലക്ട് ചെയ്യുന്നത്, ബെസ്റ്റ് പീപ്പിളാണ്. അവൈലബിളായിട്ട് നമുക്ക് ലഭിക്കാവുന്നതിൽ നിന്ന് ഏറ്റവും മികച്ച തൊഴിലാളിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് നേച്ചറാണ് പറയുന്നത്, സ്റ്റാഫിംഗ് ഈസ് ദ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. സ്റ്റാഫിങ്ങിൽ എന്ത് മാത്രമേ പെടുന്നുള്ളൂ? ഹ്യൂമൻ റിസോഴ്സ്, മാനുഷിക വിഭവങ്ങൾ മാത്രമാണ് ഏതിൽ പെടുന്നത്? സ്റ്റാഫിങ്ങിൽ പെടുന്നത്. ഓക്കെ.